എൻ്റെ പേര് ബിജി ബാലൻ. ഞാൻ കോട്ടയം മണർകാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഒക്ടോബർ 15 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ അവിടെയുള്ള ഒരു റീനി ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ചേച്ചി എനിക്ക് പത്രം തരികയും അതുപോലെ ചേച്ചിക്കുണ്ടായ അനുഭവങ്ങൾ എന്നോട് വ്യക്തമായി വിവരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്കും ഇവിടെ വരാനായിട്ട് അമ്മ മാതാവ് അനുഗ്രഹം തന്നു. വന്ന ഉടനെ തന്നെ എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ടും അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ആദ്യമായി ഫസ്റ്റ് നിയോഗം വെച്ചത് എൻ്റെ അസുഖമാണ്. എനിക്ക് ന്യൂമോണിയ വന്നതിന് ശേഷം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശ്വാസം എടുക്കാനും ഒക്കെ. അപ്പം എന്നും ഇൻഹെയിലർ വലിക്കണം. അത് എന്നെ അമ്മ മാതാവ് ഉടമ്പടി തൈലം പുരട്ടിയതിന് ശേഷം മാത്രമാണ് എനിക്കത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് ചെയ്യും. അതിന് ശേഷമാണ് എനിക്കത് മാറ്റി തന്നത്. അതുപോലെ തന്നെ എനിക്ക് വിട്ടുമാറാത്ത തലവേദനയും സൈനസൈസിൻ്റെ പ്രോബ്ലവും നടുവേദനയും കൈക്ക് വേദനയും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ അമ്മ മാതാവ് ഞാൻ ഉടമ്പടി തേരം തേച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മാറ്റി തന്നു. രണ്ടാമത് ഞാൻ നിയോഗം വെച്ചത് എനിക്ക് വെള്ളത്തിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേനൽക്കാലം ആകുമ്പം കിണറ്റിൽ വെള്ളം ഒട്ടുമില്ല. അപ്പം ഞാൻ ഇവിടുന്ന് നമ്മുടെ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി 4-5 വർഷം മുമ്പാണ് ഞങ്ങൾ ആ വീട് മേടിച്ചത്. അപ്പം തൊട്ട് വെള്ളം ഇല്ല. വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് വെള്ളം ഒട്ടും തന്നെ ഇല്ല. അങ്ങനെ ഞങ്ങൾ പൈപ്പ് വെള്ളവും ഇടയ്ക്ക് മുടങ്ങുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നും വെള്ളം അടുപ്പിക്കണം. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സെക്കൻഡ് നിയോഗം ഞാൻ അതാണ് വെച്ചത്. വെഞ്ചരിച്ച ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇപ്പം എൻ്റെ കിണറ്റിൽ നല്ല വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അമ്മ മാതാവ് എനിക്ക് മാറ്റി തന്നു. മൂന്നാമതായിട്ട് എനിക്കൊരു വഴി തെളിച്ച് തരണമേ എന്നാണ് ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചത്. എനിക്ക് കിട്ടാനായിട്ട് എൻ്റെ പൈസയെല്ലാം പുറത്തോ ഓരോരുത്തർക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്ത് എനിക്കതൊന്നും തിരിച്ച് കിട്ടാറില്ല. എല്ലാവരെയും ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു. പക്ഷേ എനിക്ക് അമ്മ മാതാവ് ഇവിടെ വന്ന് നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് വരെ സഹായിക്കാത്ത എൻ്റെ അച്ഛൻ എനിക്ക് 10 ലക്ഷം രൂപ നൽകി എനിക്കൊരു വഴി കാണിച്ചു തരികയായിരുന്നു. അതുപോലെ തന്നെ എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നു. അതും എനിക്ക് ഈ രൂപയിൽ നിന്നും എനിക്ക് സ്വന്തമായിട്ട് ഒരു കട ഇടാനും ജനസേവ കേന്ദ്രമാണ് ഞാൻ അവിടെ തന്നെ ഇട്ടിരിക്കുന്നത്, മണർകാട് എന്ന് വന്ന സ്ഥലത്ത് അക്ഷയ പോലെ. അത് ഞാനും എൻ്റെ ഭർത്താവും നല്ല രീതിയിൽ അതുകൂടെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം ഞങ്ങൾക്ക് മാറ്റി അമ്മ മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ മാർച്ചിൽ ഭർത്താവിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് വണ്ടിയുടെ ഫ്രണ്ട് വശം മുഴുവൻ പോയി. ആ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പറയുകയില്ല പുള്ളിക്ക് ഒന്നും പറ്റിയില്ല എന്ന് ആരും പറയുകയില്ല. അമ്മ മാതാവ് പുള്ളി എല്ലാം തീർന്നു എന്ന് കഴിഞ്ഞ് അവിടെ കിടക്കുക, തെറിച്ച് വീണ് വണ്ടിയെന്ന് കിടക്കുക. അപ്പോഴും ഞാൻ അവിടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക വീട്ടിൽ. അപ്പോൾ ഞാൻ ധ്യാനം കൂടിയതിൻ്റെ ഫലമായിട്ട് മാത്രം എൻ്റെ ഭർത്താവിന് ഒന്നും സംഭവിക്കാതെ അവിടുന്ന് ചാടി എണീറ്റുകയാണ് ചെയ്തത്. എല്ലാവരും പറഞ്ഞു, അച്ഛനും അമ്മയും എല്ലാവരും സമ്മതിച്ചു, നിൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് പുള്ളിക്ക് ഒന്നും സംഭവിക്കാഞ്ഞെന്ന് അവർ പറഞ്ഞു. ഞാനൊരു അക്രസ്തവി ആയതുകൊണ്ട് ബൈബിൾ വായനയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് വായിക്കാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ കടയിൽ വചനങ്ങളെല്ലാം എഴുതി ഒട്ടിക്കും. വരുന്നവരെല്ലാം ഒരു പ്രാവശ്യം ആണെങ്കിൽ കൂടി ആ വചനങ്ങളെല്ലാം വായിച്ചിട്ട് നിങ്ങളിതൊക്കെ എന്താ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, എൻ്റെ കൃപാസന മാതാവിൽ എനിക്ക് വിശ്വാസമാണ്, എൻ്റെ ഈശോയിലും എനിക്ക് വിശ്വാസമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഇപ്പം എൻ്റെ ഉയർച്ച കണ്ടിട്ട് എൻ്റെ നാത്തൂനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയും എല്ലാവരെയും എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റി. ഒരു മുസ്ലിം സഹോദരിയും ഇവിടെ വന്നാൽ പ്രാർത്ഥിക്കുകയുണ്ടായി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഞാൻ പത്രം മെഡിക്കൽ കോളേജുകളിലൊക്കെ കൊണ്ട് കൊടുക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പത്രമെല്ലാം അവിടെ കിടക്കുക, എല്ലാവരും ഇട്ടിട്ടങ്ങ് പോയി. ഞാൻ പിന്നെ അത് എടുത്തു കൊടുക്കുക. ഓരോരുത്തരും ഇട്ടിട്ട് പോകുന്ന കണ്ടിട്ട് നമുക്കൊരു വിഷമം. ഞാൻ പിന്നെ ആ പത്രം എല്ലാം എടുത്തു കൊടുക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ ഞാൻ ദൂരെ പോയൊന്നും കൊടുക്കാതെ നമുക്ക് അടുത്തറിയുന്ന ആൾക്കാരിൽ തന്നെ അത് എത്തിക്കാൻ, നാണക്കേടൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്നും സാക്ഷ്യങ്ങളിൽ നിന്നും എല്ലാം മനസ്സിലായി. പിന്നെ ഞാൻ കയ്യിൽ തന്നെ പിടിച്ച് പത്രങ്ങളെല്ലാം ഞങ്ങളുടെ അടുത്ത് തന്നെ കൊണ്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചോറ് പൊതി 10 ആണെങ്കിൽ കൂടി 10 പൊതി ഞാൻ എല്ലാവരും കൊണ്ട് കൊടുക്കും. വളരെ സന്തോഷമാണ്. അതുപോലെ പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ എല്ലാം അവർ പറയും, എൻ്റെ മോളെ ഞങ്ങൾ ഈ പത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നെന്ന്. അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് അതിലും സന്തോഷം. പാലിയേറ്റീവ് കെയറിൽ ഞങ്ങൾ പോകുമായിരുന്നു. ഞായറാഴ്ചകളിൽ ഞങ്ങളവിടെ ക്യാൻസർ ബാധിച്ച രോഗികൾ, കിടപ്പ് രോഗികളുണ്ട്, അവിടെ പോയി അവർക്ക് വേണ്ട ശുശ്രൂഷ, അവരെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഇവിടെ ഒരു ചേച്ചിയാണ് ഇവിടെ വരുന്നത് ഉടമ്പടി. ആ ചേച്ചി ഞാനും കൂടെ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് ഉടമ്പടി തൈലമൊക്കെ തേച്ച് കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഈ പ്രാവശ്യം 5ാമത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഒരു നിയോഗവും വെച്ചില്ല. പകരം ഞാൻ 3 കാര്യങ്ങളെ വെച്ചുള്ളൂ. ദൈവവിശ്വാസം വർദ്ധിപ്പിക്കണം, ദൈവസ്നേഹം വളർത്തണം,
ദൈവസന്നിധിയിൽ നിന്നും ഞങ്ങളെ പുറത്താക്കല്ലേ എന്ന് 3 കാര്യങ്ങളെ ഞാൻ വെച്ചുള്ളൂ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇപ്രകാരം തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. ഇത് സകല ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ആട്ടിടയന്മാർക്ക് ദൂതൻ്റെ സന്ദേശമാണത്. ഈശോയുടെ ജനനത്തെക്കുറിച്ച് ഇന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുക്കുന്ന മക്കൾ, ആ മക്കൾ ഏത് ജാതിയിലോ മതത്തിലോ വിഭാഗത്തിലോ ഒക്കെ പെട്ടവരാണോ, അതൊന്നും ഈശോയ്ക്ക് പ്രശ്നമല്ല. ഈശോ ഒന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതാണ് ഈ മകളുടെ ഇന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ച 3 നിയോഗങ്ങൾ. വിശ്വാസം വർദ്ധിപ്പിക്കണം, ദൈവസ്നേഹത്തിൽ വളരണം, ദൈവസന്നിധിയിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കല്ലേ. വേറെ നിയോഗങ്ങളൊന്നും വെച്ചില്ല. ഇന്ന് തൻ്റെ 5ാമത്തെ ഉടമ്പടി ഈ മകൾ പുതുക്കിയപ്പോൾ അതാണ് വെച്ചത്. ഇതിൽ കൂടുതൽ ഈശോ എങ്ങനെയാണ് ഒരാളിൽ പ്രീതിപ്പെടുക? അതായത് ഒന്നും വേണ്ട, ഇനി ഈശോയെ മാത്രം മതി. താൻ അറിഞ്ഞത് കുറച്ച് നാളുകളെ ആയുള്ളൂ. ഈശോയെയും അമ്മയെയും ഒക്കെ കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ ഗാഢമായ സ്നേഹം, ബന്ധം, ആ ബന്ധമാണ് ഈ മകളെ ഇന്ന് മറ്റു പലരെയും പ്രേരിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന, മറ്റു പലർക്കും ഇവിടെ വരുവാനായിട്ട് ഒരു മാതൃകയാക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കിയത് ഈ മകൾ മൂലം. ഇവിടെ എത്ര പേര് വന്നു എന്നും തൻ്റെ കുടുംബത്തിൽ ഇന്ന് എത്ര പേർ വന്ന് ഉടമ്പടി എടുത്തു എന്നുമൊക്കെ നാം കേട്ടു. ഈ മകൾക്ക് ലഭിച്ച കൃപകളൊക്കെ ഇവിടെ പറഞ്ഞു. തനിക്ക് എന്തൊക്കെയായിരുന്നു ലഭിച്ചത്? ആ അനുഭവങ്ങൾ, ആ അനുഗ്രഹങ്ങൾ, അതിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ച് ദൈവസ്നേഹത്തിൽ വളർന്ന് ദൈവത്തെ കൊണ്ട് നിറയുവാനായിട്ടുള്ള ഒരു ഉത്കൃഷ്ടമായ ഒരു ആഗ്രഹം, ഒരു തീഷ്ണത, അതാണ് ഈ അനുഭവ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക. അതുകൊണ്ടാണ് സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് ഈശോയുടെ ജനനം ഭൂമിയിലേക്ക് ഈശോ അവതരിച്ചത്. ദൂതന്മാർ ഭൂമിയിലുള്ള ആട്ടിടയരെ അറിയിച്ചത്. അതിന്നും പ്രഘോഷിക്കപ്പെടുകയാണ്. ഈശോ ഇന്നും ജീവിക്കുന്നവനായി എങ്ങനെ മനുഷ്യ മക്കൾക്ക് വേണ്ടിയിട്ട് ഈശോ ജീവിക്കുന്നു, മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് ഈശോ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുക. അമ്മ അതിന് നമുക്കൊരു മധ്യസ്ഥയാണ്. അമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ അടുത്തേക്ക് പോകുവാൻ ഒത്തിരി എളുപ്പമാണ്. ഈ മകളുടെ കാരുണ്യ പ്രവർത്തികൾ എന്തെല്ലാം ചെയ്യുന്നു, പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെ ചെയ്യുന്നു. കൃപാസന പത്രം അവിടെ കിടക്കുന്നത് കാണുമ്പോൾ തനിക്ക് വേദനയാണെന്നാണ് പറയുന്നത്. തീർച്ചയായും ആ വേദനയാണ് ദൈവസ്നേഹം കൊണ്ട് നാം നിറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ആ വേദന. അല്ലെങ്കിൽ കൃപാസന പത്രം എവിടെയെങ്കിലും കിടക്കുന്നത് കണ്ടാൽ നമുക്ക് അങ്ങനെയൊന്നും തോന്നേണ്ട കാര്യമില്ല. എൻ്റെ പത്രമല്ലല്ലോ, ഞാനല്ലല്ലോ അവിടെ ഇട്ടത്, ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ അതൊന്നുമല്ല. കൃപാസനത്തിലെ ഉടമ്പടി എടുത്ത ഓരോ മക്കളും ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ കൃപാസന പത്രം അവർക്ക് മാതാവിൻ്റെ കൈയാവുകയാണ്. അത് മറ്റൊരാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ഇത് സഹായിക്കുമെന്നുള്ള ഒരു ബോധ്യം, ഉറച്ച ബോധ്യം അവരിൽ വളരുകയാണ്. അങ്ങനെയാണ് കൃപാസന പത്രമൊക്കെ ഈ മകൾ കൊണ്ടു നടന്ന് കൊടുക്കുന്നത്. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതും. നമുക്ക് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ ഈ കുടുംബത്തെ സമർപ്പിച്ച് കൂടുതൽ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ, നമ്മെയും ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.